ഞാനേ ഇന്നലെ നമ്മുടെ അർജന്റീന കേപ്പ് വെർദെ മത്സരം അത് ഭയങ്കര മത്സരമല്ലായിരുന്നോ? അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ ഒരു റീൽസ് ഇട്ടുണ്ടായി. റീൽസിൻ്റെ അടിയിൽ കുറേ ആളുകൾ നെഗറ്റീവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ കളി ഏറ്റവും നല്ല കളിയായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഫുട്ബോൾ അങ്ങോട്ട് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലും കൂടെയാണ് ഞാൻ ആ വീഡിയോ അല്ല ഇന്ത്യയിൽ അതെ വേൾഡ് കപ്പിൽ അങ്ങനെ ഒരു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ പല രീതിയിൽ അത് പൊളിറ്റിക്സ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ക്രിക്കറ്റാണ്. പക്ഷെ ക്രിക്കറ്റിനാണ് അവർ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ഫുട്ബോളിന് പറ്റിയ സ്റ്റേഡിയങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇന്ത്യയിൽ പറയാത്തക്ക പല സ്റ്റേഡിയങ്ങളോ കോച്ചിങ് ക്യാമ്പുകളോ ഒന്നുമില്ല ഫുട്ബോളിന്. അതൊന്നും ഇല്ലാത്ത കാര്യമാണ് ഞാൻ കൂടുതലും വിശദീകരിച്ചത്. 448 കോടി ജനങ്ങളുണ്ട്. ഇന്നലെ വെറുതെ ഒരു 5 ലക്ഷം ആളുകളുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യം വരെ ക്വാളിഫൈ ചെയ്തെന്ന് പറയുമ്പോൾ അവർ ആ ഫുട്ബോളിൽ ആ ഒരു കളിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണ്ടെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. ഈ കളി കണ്ടിട്ട് അടുത്തൊരു ഫിഫ വേൾഡ് കപ്പ് തന്നെ പോലുള്ള കുറച്ചു പേരല്ല കൂടുതൽ പേരും കാത്തിരിക്കുന്നത് ടീമിന്റെ ഈ ഒരു വേൾഡ് കപ്പിൽ ആ ഒരു ചെറിയ രാജ്യത്തിന്റെ കളി കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ചെറിയൊരു രാജ്യവും വന്നിട്ട് കളിച്ചു. അതും ആ ഗോൾ കീപ്പർ 40 വയസ്സുള്ള ഒരാള് വന്ന് ഇത്രയും പെർഫോം ചെയ്തതെല്ലാം നമ്മള് ലോകം മൊത്തം കാണുന്നതാണ്. 5 ലക്ഷം പേരുടെ ഒരു കാവൽക്കാരനായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു രാജ്യത്തിന്റെ ഒരു കാവൽക്കാരനായിട്ട് തോന്നുന്നു. അത് നമ്മള് കാര്യം ഞാൻ അർജന്റീന ഫാനാണ്, മെസ്സി ഫാനാണ്. പക്ഷെ നമ്മളൊരു കാര്യം നമ്മള് നല്ലതെന്ന് പറയും. നമ്മള് നല്ലൊരു ക്വാളിഫിക്കേഷൻ ഗെയിം അത് മാത്രല്ല ആ ഗെയിമാണ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ 2.7 ബില്യൺ ആൾക്കാർ കണ്ടൊരു ഗെയിമാണത്. അതൊരു ഫുട്ബോൾ വേൾഡ് കപ്പ് ഫൈനൽ കണ്ടൊരു പ്രതിനിധിയായിരുന്നു എല്ലാവരും. ഞാനൊക്കെ ഉറക്കൊഴിച്ച് രാവിലെ വരെ ഇന്ന് ആ എക്സ്ട്രാ ടൈമും കണ്ട് എല്ലാം കണ്ടിട്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത്. പിന്നീട് അത്ര രസം. അതിനെക്കുറിച്ചാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പോൾ പല ആൾക്കാരും പൊളിറ്റിക്സ് പല രീതിയിലൊക്കെയാണ് ചിന്തിക്കുക. അതല്ല നമ്മുടെ രാജ്യത്തെ പല ആൾക്കാരും ചിന്താഗതി അതാണ്. നമ്മളെന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെ പൊളിറ്റിക്സ് ആയിട്ടും രാഷ്ട്രീയം മതമൊക്കെ ആയിട്ട് കലർത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല കോച്ച് ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കളിക്കാരുണ്ട്, നല്ല വളർന്നു വന്ന പയ്യന്മാരുണ്ട്. നമ്മളൊരു വിമർശനമായിട്ട് ഉന്നയിക്കണല്ലോ. വിമർശനം നമ്മളൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാലാണ് അതിന് ശരിയാണല്ലോ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാം എന്ന് ആൾക്കാർക്ക് ചിന്ത വരുള്ളൂ. ഇതങ്ങനെയല്ല. നമ്മളെന്തെങ്കിലും വിമർശിക്കുമ്പോൾ അതിന് നേരെ തീയരീതായിട്ട് ഇങ്ങോട്ട് വിമർശിക്കുകയാണ്. നമ്മളെന്തോ വലിയ അപരാധം ചെയ്ത പോലെ. ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല കോച്ചിങ് സെന്ററുകളും നല്ല നല്ല സ്റ്റേഡിയങ്ങളും തന്നെ ഫുട്ബോൾ. ഇവിടെ ക്രിക്കറ്റ് മാത്രം ഇങ്ങനെ ക്രിക്കറ്റ് മോശം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ക്രിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യണ പോലെ തന്നെ എന്തുകൊണ്ട് ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല? ഫുട്ബോൾ നല്ല നല്ല ടാലന്റലായി എന്തോരം പിള്ളേര് കളിക്കാൻ ഒരു ഗ്രൗണ്ട് എന്റെ വീടിന്റെ അവിടെയൊക്കെ ഗ്രൗണ്ട് ചെറിയ പിള്ളേര് കളിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു ലിമിറ്റഡ് ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞ് അവർക്ക് ഈ ഫുട്ബോൾ എങ്ങനെ ഒരു കരിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അറിഞ്ഞൂടാ. അത് മിക്കവർക്കും അറിഞ്ഞൂടാ. ഈ സ്പോർട്സ് എങ്ങനെ അവരുടെ കരിയർ ആയിട്ട് കൊണ്ടുപോകണം എന്ന് അറിഞ്ഞൂടാ. കരിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിൽ ഒരു പാരന്റ്സ് തന്നെ പ്രൊമോട്ട് ചെയ്യും. ഒരുവിധം കഴിവ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മുകളിലേക്കുള്ള ആളുകളാണെങ്കിൽ അവര് എവിടെയും കോച്ചിങ് സെന്ററിൽ കൊണ്ടുപോയി തന്റെ പിള്ളേരെ കൊണ്ടേ ആക്കുന്നുണ്ടാവും. അല്ലാണ്ട് ഒരു കഴിവില്ലാത്ത എന്തോരം പ്രഗത്ഭരായ കളിക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അത് പോയി കഴിഞ്ഞാൽ അത് നിൽക്കുവാണ്. ഫുട്ബോൾ പോലത്തെ കളികള് അവർക്ക് എങ്ങനെ ഇതൊരു കരിയർ ആയിട്ട് കൊണ്ടുപോകണം എന്ന് അറിഞ്ഞൂടാ. എല്ലാവരും പഠിപ്പിക്കും, ഇതിന് പ്രോത്സാഹിപ്പിക്കും. കഴിവുള്ള ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരൊക്കെ ഇതൊരു കരിയർ അല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പകുതിക്ക് വെച്ച് തിട്ടടിച്ച് പോകുവാണ്. അതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നിരിക്കുന്നത്. ഇതൊരു കരിയർ ആയിട്ട് അവർ കണക്കാക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾക്ക് പാഷനായിട്ട് എടുക്കുന്നില്ല. ഇന്ത്യയില് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് പൈസ മുടക്കുന്നുണ്ട്, പല പല കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ നമ്മുടെ പിള്ളേരെ കളിയിലേക്ക് വാർത്തെടുക്കുക. സ്പോർട്സിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. ക്രിക്കറ്റിന് വേണ്ടി എന്തൊക്കെയോ ചെയ്ത് ക്രിക്കറ്റ് കളി നടത്തുന്നു. അല്ലാണ്ട് ഒരു സ്പോർട്സിന് വേണ്ടി അവരെന്ത് ഈ ഗവൺമെന്റ് ഇപ്പൊ ഏത് ഗവൺമെന്റ് ആര് ഭരിച്ചാലും ഇപ്പൊ എല്ലാവർക്കും ക്രിക്കറ്റ് കളിക്കാനാണ്. നമ്മൾ ഒരാളുടെ പക്ഷം പറയണല്ലോ. ആര് ഭരിച്ചാലും നമ്മള് നമ്മുടെ ഇതുവരെയായിട്ട് വേറെ പാർട്ടി ഭരിച്ച് ഇപ്പൊ 10-15 വർഷമായിട്ടാണല്ലോ അന്നത്തെ പാർട്ടി ഭരിക്കുന്നത്. അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല, ഇനി പുതിയ ആള് വന്നാലും ഇല്ല. അതിനെ കുറിച്ചാണ് നമ്മൾ പറയണുള്ളത്. നമ്മളൊരു പാർട്ടീനെ ഒരു രാഷ്ട്രീയക്കാരെ വിമർശിച്ച് പറയണല്ല. നമ്മള് നമ്മുടെ കുട്ടികൾക്ക് ഭാവി തലമുറയ്ക്ക് പണ്ട് നമ്മളെങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനിയുള്ള തലമുറയ്ക്ക് നമുക്ക്
കളിക്കാൻ കളിസ്ഥലവും നല്ല കോച്ചിങ് സെന്ററുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 100,000 ക്വാളിഫൈ ചെയ്യാന്നുള്ളൂ. നമ്മുടെ നമുക്ക് നാട്ടിൽ ഫിഫ വേൾഡ് കപ്പിലൊക്കെ നമുക്ക് ക്വാളിഫൈ നമ്മുടെ ചെയ്യാന്നുള്ളൂ. നാട്ടിൽ പണ്ട് പാടത്തും പറമ്പിലും കളിച്ച പോലത്തെ ഉള്ള ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേര് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതായത് മലപ്പുറം കോഴിക്കോട് എങ്ങാണ്ടുള്ള ഒരു പയ്യനാണ് ഫുട്ബോളിന് ഭയങ്കര സ്കില്ല് കാണിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീല് പോസ്റ്റ് ചെയ്തിട്ട് അത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു വീഡിയോ വരുന്നത്. അത് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത്. അങ്ങനെയൊക്കെ ഒരു പയ്യൻ, അങ്ങനത്തെ ഒരു പയ്യന്മാര് നമ്മുടെ രാജ്യത്ത് ജീവിക്കണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്ന ആ ഒരു വീഡിയോയിലാണ്. ആ ഒരു വീഡിയോ അവൻ ചെയ്തുകൊണ്ട് അത്രയും ലോകം മൊത്തം അറിഞ്ഞു. അല്ലെങ്കിൽ അവൻ ആരെങ്കിലും അറിയൂ? നമ്മളറിയൂ. ഇപ്പോഴും അവൻ ആ ഒരു വീഡിയോ കൊണ്ട് ഹിറ്റായി, അത് കഴിഞ്ഞു, അത് പോയി. പക്ഷെ അവൻ പുറത്ത് കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ, എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിലേക്ക്. അതുപോലെ എത്രയോ ആളുകൾ, നമ്മുടെ പയ്യന്മാര് എത്രയോ ആളുകൾ നമ്മളുടെ ഇടയിൽ, നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും വളർന്നു വരുന്നുണ്ട് അല്ലേ? അവരൊക്കെ നമ്മള് നോട്ട് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ട കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. മാത്രമല്ല കേട്ടോ, അത് കൂടാതെയുള്ള ഇവിടെ ഒരു ഐ എം വിജയനും മറ്റേ പുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ സ്റ്റേഡിയങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം. നമുക്കൊരു ഐ എം വിജയൻ എന്ന് പറഞ്ഞ ഒരാളില്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ വല്ല ഫുട്ബോളിന് വല്ല സാധ്യത ഉണ്ടോ? എല്ലാ പോലും ഒരു കോച്ചിങ് നടത്തി ഒരു കുട്ടീനെ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു സ്റ്റേഡിയോ കാര്യങ്ങളോ കോച്ചിങ് സെന്ററോ ഒന്നും ഇല്ല ഫുട്ബോൾ. ഇല്ലെങ്കിൽ വേണ്ട, ഈ ക്രിക്കറ്റിന്റെ സ്റ്റേഡിയം തന്നെ ഫുട്ബോളിൽ മാറ്റി കൊടുക്കുക. അങ്ങനെ ഇപ്പൊ കുറെ സ്റ്റേഡിയങ്ങൾ പണിഞ്ഞ് കാശ് കളയണമെന്നല്ല ഇപ്പൊ. ഇത് പറ്റാണ്ടല്ല, ക്രിക്കറ്റിന് ഭയങ്കര വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഭയങ്കര പൈസ കിട്ടുന്നുണ്ട്. BCCI അങ്ങനെയുള്ള ഞാൻ കേട്ടിട്ടുള്ളത് ഏറ്റവും ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. ഫുട്ബോൾ ലോകത്തിന്റെ കളിയാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-8 രാജ്യങ്ങൾ കളിക്കണുള്ളൂ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു കളിയാണ്. നമ്മളത് മോശം, ഇന്ത്യയെ നമ്മുടെ രാജ്യത്തെ നമ്മൾ ഒരിക്കലും മോശമായിട്ട് പറയണല്ല. നമ്മുടെ രാജ്യം വളരാനും നമ്മുടെ രാജ്യം രക്ഷപ്പെടാനും വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മള് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമ്മൾ പല ഇപ്പൊ ഞാൻ അർജന്റീനയാണെങ്കിൽ ആള് വേറെ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ കളി കാണുന്നത്. നമ്മൾ ഇന്ത്യ കളിക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ക്രിക്കറ്റ് കളിക്കുമ്പോ പാകിസ്ഥാനും ഇന്ത്യയും കൂടി കളിക്കുമ്പോ നമ്മൾ ഇന്ത്യനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. നമ്മുടെ രാജ്യം അത് അവരവരുടെ രാജ്യത്തിന് വേണ്ടി അതായത് വേൾഡ് കപ്പിൽ ഓരോ ടീം ഒന്ന് കളിക്കുമ്പോൾ ഗാലറിയിൽ അവരുടെ രാജ്യത്തെ പ്രതിനിധികൾ വന്നിരിപ്പുണ്ട്. ഇവര് അവരുടെ ആ നിമിഷം ഉണ്ടാവണ ഒരു ഇതുണ്ട്. ചിലവർ കരയുമാണ്. ആ രാജ്യം വന്ന് കളിക്കുമ്പോൾ ഉള്ള അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അത് നമ്മളത് സ്വയം വിമർശനമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? അതും ഒരു 90 മിനിറ്റത്തെ ഒരു കളിക്ക് ഇന്ത്യനെ പോലെയുള്ള ഇത്ര വലിയൊരു രാജ്യം വഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സങ്കടമാണ്. കുറച്ചുപേര് ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞു പോകുന്ന സങ്കടം. അതെ അതെ. അതിപ്പോ ഒളിമ്പിക്സിൽ നമ്മൾ പങ്കെടുക്കുന്ന സ്വർണ്ണം അടിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നൊരു ഭയങ്കര കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നല്ലൊരു, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ ഇപ്പോൾ വൈഫിൻ്റെ വീട്ടിലെ അടുത്ത് സംസാരിക്കുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. അവർ ഒരു അത്ര വലിയ ഫാമിലി സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷെ അവർ ചെറിയ ചെറിയ ഗോകുല അങ്ങനെയുള്ള ടീമുകളിലൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പൊ കയറിയിട്ടുണ്ട് ഓരോ ടീമുകളിൽ. അങ്ങനെയുള്ള പിള്ളേരൊക്കെ റൊണാൾഡോ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോ തന്നെ അവരൊക്കെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇത്ര വലിയ ആളായത്. അവരുടെ രാജ്യത്തൊക്കെ പോയി നോക്കി അറിയാം അവർ താമസിച്ച വീട്, ചുറ്റുപാട്. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് അവർ രക്ഷപ്പെട്ട് വന്ന് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത്. അപ്പൊ നമുക്കും എന്തുകൊണ്ട് അത് സാധിച്ചുകൂടാ? അതാണ് ഞാൻ പറയണത്. അതൊരു പോസിറ്റീവ്. ഞാനത് നെഗറ്റീവായിട്ട് ഇപ്പൊ 148 കോടി ജനങ്ങളുള്ള രാജ്യത്ത് എന്തുകൊണ്ട് ഇന്ത്യ കളിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഇന്ത്യനെ അങ്ങനെയൊക്കെ ചോദിക്കണത് തെറ്റ്. നമ്മള് വിമർശനമായിട്ട് പറയണത്, അതായത് നമ്മളെ രാജ്യത്തെ നമ്മുടെ ആൾക്കാരെ മോശമായിട്ട് പറയണല്ല, നമ്മളത് ചിന്തിക്കാൻ വേണ്ടി പറയണതാണ്. അല്ലാണ്ട് നമ്മളൊരാളെയും മോശമായിട്ട് പറയാം, ഒരു രാഷ്ട്രീയ പാർട്ടീനെ ഇതിനെ നമ്മൾ മോശമായിട്ട് പറയണല്ല. നമ്മൾ ഭാവിയിലേക്ക് ഉള്ള ഇത് ചിന്തിച്ച് ഇനിയെങ്കിലും നമ്മൾ അതിൽ ഇൻവോൾവ് ആവണം എന്നുള്ള ഒരു ചിന്ത വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ കാലം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ വളർന്ന് നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളത് ആ വീഡിയോ കണ്ടപ്പോൾ. പിന്നെ അവരുടെ ഒരു കളി, ആ കേം വെറുതെ ആ രാജ്യം ചെറിയ രാജ്യമാണെങ്കിൽ അവർ കളി നമ്മളെ അത്ഭുതപ്പെടുത്തി. അത് നമ്മളൊരു അർജന്റീന ഫാനായ എനിക്ക് പോലും അത് അത്ഭുതം തോന്നിയെങ്കിൽ അവർ അതിന് കയ്യടി അർഹിക്കുന്നു. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഫാൻസുകാർക്ക്
ബുദ്ധിമുട്ടുണ്ടാവേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമ്മളൊരു കളി സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി അതൊക്കെ അല്ലെ. അത് sports- നല്ല കളിയാണ് നമ്മൾ നല്ലതെന്ന് പറയാം. അതിന് ബ്രസീലിലാണെങ്കിലും കഴിഞ്ഞ കളി ഞാൻ അർജന്റീന കഴിഞ്ഞ കളി ബ്രസീൽ നന്നായിട്ട് കളിച്ചു. കളീനെ സ്നേഹിക്കുന്ന ഒരു 90% ആൾക്കാരും അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. കാരണം അത്രയ്ക്ക് അടിപൊളി കിടിലം കളിയാണ്. അത് ഞങ്ങളുടെ ആ റീൽസ് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇതാവണ്. നമുക്ക് അത് ഒന്നും മനസ്സിൽ വെച്ച് നമ്മൾ പറഞ്ഞേക്കണ കാര്യങ്ങളല്ല. നമ്മൾ ആ കളിയുടെ സ്പിരിറ്റിൽ പറഞ്ഞാണ് ഇന്ത്യ എന്ന രാജ്യം നമുക്ക് എന്തെങ്കിലും വേൾഡ് കപ്പിൽ കയറണം എന്നൊരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചെന്നുള്ള. അല്ലാണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയൊന്നും സംസാരിച്ചല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇനി ഭാവി തലമുറയെങ്കിലും അതെ ഭാവി ഒരുപാട് ആളുകളെ നമുക്ക് വാർത്തെടുക്കാനുണ്ട് ഈ ഫുട്ബോളിൽ ഇന്ത്യ രക്ഷപ്പെടും. ഇന്ത്യ എന്തെങ്കിലും കാലത്ത് ഫുട്ബോൾ കളിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് എനിക്ക്. അതിനുള്ള കളിക്കാരും അതിനുള്ള പ്ലേയേഴ്സും ഇഷ്ടം പോലെ ഉണ്ട് നമുക്കിടയിൽ. അതിന് തേടിയെടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വിമർശിക്കാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്. അയ്യോ ഞങ്ങളുടെ മെസ്സിനെ പരിചയപ്പെടുത്താൻ മതിയാണ്. ഞങ്ങളുടെ കുട്ടി മെസ്സി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയണേ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് ആ അയ്യോ അങ്ങനെ കാണിക്കില്ലേ ഇത് ഞങ്ങളുടെ മെസ്സിയാണ്. ഇത് അടിയിൽ റൊണാൾഡോയുടെ ജേഴ്സി ഇട്ടേക്കണേ ആള്. അപ്പൊ ആള് റൊണാൾഡോ ഫാൻ ആണെങ്കിലും ഞങ്ങൾ മെസ്സിയുടെ ജേഴ്സി ഉണ്ട്. അതാണ് സ്പോർട്സ് ഫാൻ സ്പിരിറ്റ് അല്ലേ പൊന്നു. അപ്പൊ അച്ഛന് വേണ്ടിയിട്ട് ഇട്ടേക്കണം. അപ്പൊ നമ്മളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാവരോടും. ഞങ്ങളെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ പറ.